Hi friends, എൻ്റെ പേര് ശ്യാം. വെൽക്കം ടു മലയാളം ആർക്കിടെക്ചറൽ ട്യൂട്ടോറിയൽസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ PBR മെറ്റീരിയൽസ് എങ്ങനെ എഫക്റ്റീവായിട്ട് റെവിറ്റിൽ യൂസ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ ഒരു നേരത്തെ കുറച്ച് മുമ്പ് ചെയ്തതാണ് ഒരു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ മെറ്റീരിയൽ വെച്ചിട്ട് റെവിറ്റിനകത്ത് റെൻഡർ ചെയ്തെടുത്തതാണിത്. ഓക്കെ, അപ്പം നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും, നല്ല റിയലിസ്റ്റിക് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു സ്റ്റോൺ ക്ലാഡിംഗ് ആണ്, സ്റ്റോൺസ് ആണിത്. ഒരു വെറ്റ് കണ്ടീഷനിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ റെൻഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫുൾ റെൻഡർ ചെയ്തിട്ടില്ല, ഒരു 50% റെൻഡർ ചെയ്തിട്ടുള്ളൂ. ബാക്കി റെൻഡർ ചെയ്യാൻ കുറച്ച് ഡിലേ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഇത് ക്ലോസ് ആക്കിയതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഈ ഒരു ടെക്സ്ചർ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് നോർമലി ഞാനിപ്പം റെവിറ്റ് യൂസ് ചെയ്ത് റെൻഡർ ചെയ്തതും ഇതെന്ന് പറയുന്നത് vray യൂസ് ചെയ്ത് റെൻഡർ ചെയ്തതുമാണ്. പക്ഷേ രണ്ടിലും ഞാൻ PBR ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് PBR ആണ്, അതുപോലെ തന്നെ ഇതും PBR ആണ്. പക്ഷേ ഇത് യൂസ് ചെയ്തപ്പോൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ നമുക്കതെങ്ങനെയാണെന്ന് ക്രിയേറ്റ് ചെയ്തതെന്ന് നോക്കാം. ഓക്കെ, അപ്പം അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ഇതല്ല, ഇതിന് കൂടുതലുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് നിങ്ങളുടെ PBR മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽസ് ഏതാണോ അത് സെർച്ച് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇപ്പം ഞാൻ ഒരെണ്ണം ഡൗൺലോഡ് ചെയ്ത് അത് എക്സ്ട്രാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയാണത്. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്കിപ്പം ബണ്ടിലായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ടൊറൻറ്റിലൊക്കെ കിട്ടും, നിങ്ങൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇതിപ്പം ഞാനിപ്പം texture.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഒരു ടെക്സ്ചറാണ്. ഇതാണ് അതിൻ്റെ ഒരു പ്രിവ്യൂ എന്ന് പറയുന്നത്. അപ്പം എന്താ പറയുക, ഓക്കെ, ഈ ഒരു പ്രിവ്യൂലാണ്, ഇതാണ് പ്രിവ്യൂ. ഇങ്ങനെയാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത്. സോ നമ്മളിതെല്ലാം ചെയ്ത് വരുമ്പോൾ PBR മെറ്റീരിയൽ കൊടുക്കുമ്പോൾ ഓക്കെ, ഇതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ സോഴ്സിൽ നിന്ന് PBR മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യുക. PBR എന്ന് പറയുമ്പം ഫിസിക്കലി ബേസ്ഡ് റെൻഡറിങ് മെറ്റീരിയലാണ്. അതായത് നമ്മുടെ റിയലിസ്റ്റിക് മെറ്റീരിയൽ പോലെ തന്നെ, അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലൈറ്റ് കണ്ടീഷനിൽ എങ്ങനെ ആ മെറ്റീരിയൽ വരും എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പം അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിട്ടായിരിക്കും ആ മെറ്റീരിയൽ ഇരിക്കുന്നത്. ഇതിൻ്റെ സൈസ് എന്നൊക്കെ പറയുന്നത് 2 MB 3 MB എന്നൊക്കെ പറഞ്ഞ് വരും. അപ്പം നല്ല സൈസൊക്കെ വരും, ഒന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് നല്ല മെറ്റീരിയൽ, അതുപോലെ തന്നെ നിങ്ങളുടെ റെൻഡറിങ് ഒക്കെ നന്നായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല മെറ്റീരിയൽ കൊടുക്കുക. അപ്പം അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. സോ ഞാൻ റെവിറ്റ് ഓപ്പൺ ചെയ്തു. നമ്മൾ നോർമലി ഞാനിപ്പോൾ ഒരു എക്സ്ട്രൂഷനാണിത്. നമ്മൾ നോർമലി ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രൂഷൻ ആയതുകൊണ്ട് ഓക്കെ, ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് മെറ്റീരിയൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റോൺസ് എന്ന് പറയുന്നൊരു മെറ്റീരിയലാണ്. സോ 3D വ്യൂവിൽ പോയിട്ട് നമുക്കൊന്ന് റെൻഡർ ചെയ്ത് നോക്കിയാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം. ഓൾറെഡി വലിയ ഒരു ഗുമ്മ് കാണത്തില്ല, എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് റെൻഡർ ചെയ്ത് നോക്കാം. ശരി, അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇതാണ് കിട്ടിയത്. ഓക്കെ, അതായത് ഇങ്ങനൊരു ടെക്സ്ചറാണ് നമ്മൾ നോർമലി vray യൂസ് ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പം അത് വേണ്ടെന്ന് ചോദിച്ചു, കാരണം അത്ര ഒരു രസമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ എങ്ങനെ vray യൂസ് ചെയ്ത് നമുക്ക് മെറ്റീരിയൽ കൊടുത്ത് റെൻഡർ ചെയ്യാം. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു ക്വാളിറ്റിയെ നമുക്ക് കിട്ടത്തുള്ളൂ നമ്മുടെ റെവിറ്റ് യൂസ് ചെയ്ത് റെൻഡർ ചെയ്താൽ. ഓക്കെ, നമുക്ക് പക്ഷേ വേണ്ടത് ഈ ഒരു ക്വാളിറ്റിയാണ്. ഇങ്ങനെ പക്ക ഒരു ക്വാളിറ്റിയാണ് വേണ്ടത്. സോ നമുക്കതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് vray യൂസ് ചെയ്യുക, അതിനകത്ത് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുക, PBR മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുക, മെറ്റീരിയൽ കൊടുക്കുക. ഓക്കെ, അപ്പം അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അസിസ്റ്റ് എഡിറ്ററിൽ ചെല്ലുന്നതിന് മുമ്പ് അതിന് മുമ്പ് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരെണ്ണം ഡൗൺലോഡ് ചെയ്ത് വെക്കുമല്ലോ, നമ്മുടെ PBR മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുമല്ലോ. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് കുറച്ച് ഇമേജസ് ആയിരിക്കും കിട്ടുന്നത്, PNG അല്ലെങ്കിൽ JPG ഒക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഓരോ നെയിമുണ്ട്, കണ്ടില്ലേ? റോക്ക് സ്ലാബ് വോൾ, ALBEDO, അതുപോലെ തന്നെ ഈ നെയിമിൻ്റെ എല്ലാ എൻഡിൽ ഓരോ പേരുണ്ടോ, ALBEDO, AO, ഹൈറ്റ്, മെറ്റാലിക്, നോർമൽ, അതുപോലെ തന്നെ പ്രിവ്യൂ പോട്ടെ, അത് വേണ്ട, റഫ്നെസ്. അപ്പോൾ ഇതിനെല്ലാം ഓരോ പേര് കണ്ടില്ലേ? അപ്പം ഇതിനെല്ലാം ഓരോ യൂസസ് ഉണ്ട്.
അതിനെ നമുക്ക് ഒരു സ്ലോട്ടിൽ കൊടുക്കാനുള്ളതാണ്. സ്ലോട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം അസിസ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്താൽ ഇത് ഞാനിപ്പോൾ ഒരു പുതിയ ഒരു മെറ്റീരിയൽ ജനറിക് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ചു. ഇവിടെ ആരെയുണ്ട്, ആരെയും ക്ലിക്ക് ചെയ്താൽ മതി. ഇതിനെയാണ് സ്ലോട്ട് എന്ന് പറയുന്നത്. ടെക്സ്ചർ സ്ലോട്ട് കണ്ടില്ലേ, ഈ ഒരു എം ഡി ആയിട്ട് കിടക്കുന്ന ഈ ഒരു ഭാഗം, അതാണ് ടെക്സ്ചർ സ്ലോട്ട്. അപ്പോൾ അതിനെയാണ് സ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അതിനെയാണ് സ്ലോട്ട് എന്ന് പറയുന്നത്. സോ ഇതെല്ലാം ഓരോ സ്ലോട്ടിൽ കൊടുക്കാനുള്ളതാണ്, മനസ്സിലായോ? അപ്പം ഈ ആൽബെഡോ എന്ന് പറയുന്നത് ഏത് സ്ലോട്ടിലാണെന്ന് ചോദിച്ചാൽ അത് കൊടുക്കുന്നത് ഡിഫ്യൂസ് അല്ലെങ്കിൽ കളർ എന്ന് പറയുന്ന സ്ലോട്ടിലാണ് നമ്മളിത് കൊടുക്കുന്നത്. ഓക്കെ, ആൽബെഡോ നോട്ട് ചെയ്ത് വെക്കുക. ആൽബെഡോ കൊടുക്കുന്നത് നമ്മൾ ഡിഫ്യൂസ് അല്ലെങ്കിൽ കളർ എന്ന് പറയുന്ന ഒരു സ്ലോട്ടിലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എയോ ആണ്. എയോ എന്ന് പറയുമ്പം നമ്മുടെ ബമ്പില്ലേ, ബമ്പ് എന്ന് പറയുന്നൊരു സ്ലോട്ട് ഉണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് വേറൊരു സ്ലോട്ട് ഉണ്ട്. അതായത് ഡെപ്ത് കൊടുക്കാനായിട്ട്, നമ്മുടെ ബമ്പിന് ഡെപ്ത് കൊടുക്കാനായിട്ട് കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷാഡോ പോലെ. ഓക്കെ, ആ ഒരു ഷാഡോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയോ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഹൈറ്റ് ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ലോട്ടുണ്ട്, ടെക്സ്ചർ സ്ലോട്ട് ഉണ്ട്. അപ്പോൾ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹൈറ്റ്. പിന്നെ മെറ്റാലിക് എന്ന് പറയുമ്പം ഒരു മെറ്റാലിക് ടെക്സ്ചർ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊടുക്കാം. നോർമലി നമ്മൾ ക്ലാഡിങ്ങിന് വേണ്ട, അപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഇത് മെയിൻലി മെറ്റലിനൊക്കെ വരുമ്പം ഇതൊക്കെ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു മെറ്റൽ ക്ലാഡിങ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മെറ്റാലിക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് മെറ്റാലിക് സ്ലോട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ വരുന്നത് നോർമലാണ്. നോർമൽ OGL എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് നമ്മുടെ ബമ്പ് എന്ന് പറയുന്ന സ്ലോട്ടിൽ കൊടുക്കാനുള്ളതാണ്. ഓക്കെ, മനസ്സിലായില്ലേ? സിമ്പിളാണ്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ പ്രിവ്യൂ, അത് നോക്കേണ്ടത് ജസ്റ്റ് പ്രിവ്യൂ ആണ്, അതെങ്ങനെ ഈ മെറ്റീരിയൽ വരും എന്നുള്ളത്. പിന്നെ വരുന്നത് റഫ്നെസ് ആണ്, റഫ്നെസ് സ്ലോട്ടിൽ കൊടുക്കാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. ഈ സംഭവങ്ങളെല്ലാം ആ സ്ലോട്ടിൽ കൊടുക്കുക. റെവിറ്റ് ഓപ്പൺ ചെയ്തു, ദെൻ ഞാൻ അസറ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്തു. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജനറിക് മോഡലല്ല, അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് PBR ആണ്. ഓക്കെ, PBR ക്ലിക്ക് ചെയ്യുക, അതിനൊരു റീനെയിം കൊടുക്കുക, ക്ലാഡിങ് എന്ന് കൊടുക്കുക. ഓക്കെ, ക്ലാഡിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഫാബ്രിക് വേണമെങ്കിൽ കൊടുക്കാം, ഫ്ലോർ കൊടുക്കാം, ഗ്രൗണ്ട് കൊടുക്കാം, വോൾ കൊടുക്കാം, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഇപ്പം വോള് ക്ലോസ് വേണമെങ്കിൽ ക്ലോസപ്പ്. ഓക്കെ, അപ്പം നമുക്കിത് മാറ്റി കൊടുക്കാം. ദെൻ നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കളറാണ്. കളറിൽ നമ്മൾ എന്തായിരുന്നു കൊടുക്കേണ്ടത്? കളറിൽ നമ്മൾ കൊടുക്കേണ്ടത് ആൽബെഡോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കളറിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ടെക്സ്ചർ സ്ലോട്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ബിറ്റ് മാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് നമ്മുടെ എവിടെയാണോ നമ്മുടെ ഇത് കിടക്കുന്നത്, ഈ മെറ്റീരിയൽ ഫയൽ കിടക്കുന്നത്, അതിനകത്ത് നമ്മൾ ആൽബെഡോ സെലക്ട് ചെയ്യുക കളറിനകത്ത്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഇവിടെ ടെക്സ്ചർ പ്ലേസ്മെൻറ്റ് ഉണ്ട്. പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഇതിന് അനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമുക്ക് നോക്കാം, അത് പിന്നെ ചേഞ്ച് ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് ലാസ്റ്റ് വരുന്നതിനനുസരിച്ച് നമുക്കത് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ദെൻ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മെറ്റൽനെസ് ആണ്. മെറ്റൽനെസ് വേണമെങ്കിൽ കൊടുത്താൽ മതി, അത് കൊടുക്കണമെന്നില്ല. ദെൻ റഫ്നെസ് ആണ്. റഫ്നെസ് ടാബിൽ ക്ലിക്ക് ചെയ്യുക, ബിറ്റ് മാപ്പ് കൊടുക്കുക. നമ്മുടെ റഫ്നെസ് ടെക്സ്ചർ ഏതാണോ ഇതാണ് റഫ്നെസ്. ഓക്കെ, അത് ജസ്റ്റ് ഓപ്പൺ കൊടുക്കുക. അപ്പം അതും വന്നിട്ടുണ്ട്. പിന്നെ ഈ ആരോ ക്ലിക്ക് ചെയ്താൽ മതി നേരത്തെ മെനുവിലേക്ക് പോകാൻ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം. ദെൻ ഇനി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബമ്പും ഡിസ്പ്ലേസ്മെൻറ്റുമാണ്. സോ അത് നമുക്കിവിടെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഐക്കൺ ഉണ്ടല്ലോ, ആഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അവിടുന്ന് ബമ്പ് കൊടുക്കുക. ദെൻ ഈ ആരോ ക്ലിക്ക് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ബമ്പ് മാപ്പ് എന്ന് പറഞ്ഞ്. ജസ്റ്റ് ഇവിടെ ഈ ടെക്സ്ചർ സ്ലോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് കാണുന്ന ഈ ടെക്സ്റ്റ് സ്ലോട്ടില്ലേ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അവിടുന്ന് ബിറ്റ് മാപ്പ് കൊടുക്കുക. അവിടുന്ന് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നോർമലാണ്. ഓക്കെ, നോർമലി ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുക, ബാക്ക് വരിക, ആരോ ക്ലിക്ക് ചെയ്താൽ മതി. ദെൻ നിങ്ങൾക്ക് എമൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, ജസ്റ്റ് അവിടെ നമുക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു AO എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആദ്യം കിടക്കുന്ന റോക്ക് സ്ലാബ് വാൾ AO എന്ന് പറയുന്ന ആ ഒരു ടെക്സ്ചറാണ്. ദെൻ ഓപ്പൺ കൊടുക്കുക. ഓക്കെ, ഇപ്പം അതും വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നമുക്കിപ്പോൾ ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്. ദെൻ നമുക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതാണ് മെയിൻ. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുക, അത് ഓൺ ആക്കുക. ദെൻ എക്സ്പാൻഡ് ചെയ്തിട്ട് താഴെ വരുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ടെക്സ്ചർ സ്ലോട്ടിൽ കൊടുത്തിട്ട് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഏതാണോ ഹൈറ്റ്. ഓക്കെ, ഹൈറ്റ് കൊടുക്കുക. ദെൻ ഓപ്പൺ കൊടുക്കുക. ദെൻ ബാക്ക്. ഓക്കെ, നമുക്കിപ്പം ഇത്രയും മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ റെൻഡറായിട്ട് വരും അത്. ദെൻ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ബമ്പിൻ്റെ തൊട്ട് താഴെ ഒരു ബമ്പ് മാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് നോർമൽ മാപ്പാക്കുക.
ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം, സംഭവം ഇത്രയേ ഉള്ളൂ. ദെൻ ഞാനിതൊരു വേറൊരു ഇതിലോട്ട് മാറ്റാം, ജനറിക്കിലോട്ട് മാറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് ക്രിയേറ്റ് ചെയ്ത് മാത്രം എടുത്തതേ ഉള്ളൂ. ദെൻ ഞാനിത് ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ അപ്പിയറൻസ് മാനേജറിൽ വന്നു. അപ്പിയറൻസ് മാനേജറിൽ വന്നിട്ട് ദെൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ അപ്ലൈ ചെയ്യണം. നമ്മുടെ ഈ ക്യൂബിനകത്ത് മെറ്റീരിയൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടുന്ന് ഈ പിക്ക് ടൂൾ എടുത്തു. ദെൻ നമ്മുടെ ഈ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഈ ക്യൂബിനെ സെലക്ട് ചെയ്തു. അപ്പം ഇവിടെ മെറ്റീരിയൽ വരുന്നുണ്ട്. സോ റൈറ്റ് സൈഡിൽ ഒരു ആരോ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് നമുക്ക് ഏതാണോ മെറ്റീരിയൽ വേണ്ടത് അത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ ട്യൂട്ടോറിയലൊക്കെ. നിങ്ങൾക്ക് vray for Revit എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കാണാം. ടോപ്പിൽ റൈറ്റിൽ ഐക്കൺ വരും, ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, ക്ലാഡിങ് കൊടുത്തു. ദെൻ ഞാൻ ഇപ്പം നമ്മുടെ ഈ vray മെറ്റീരിയൽ അപ്ലൈ ആയിട്ടുണ്ട്. ദെൻ ക്ലോസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റെൻഡർ ചെയ്യുകയാണ്. സോ റെൻഡറായി വന്നപ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലായി, കുറച്ച് ചെറുതാണ് നമ്മുടെ ക്ലാഡിങ്സ് എല്ലാം. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഇത്രയും ചെറിയ ക്ലാഡിങ് ആയിട്ടല്ല വേണ്ടത്. സോ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു, ക്ലോസ് ചെയ്തു. ദെൻ ഞാൻ നമ്മുടെ അപ്പിയറൻസ് അസറ്റ് എഡിറ്ററിൽ വന്നിട്ട് നമുക്കിതിൻ്റെ എല്ലാം സൈസ് ഒന്നാണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ നമ്മൾ കൊടുത്ത മെറ്റീരിയൽസ്. സോ ഞാൻ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ടെക്സ്ചർ സ്ലോട്ടിൽ വന്നിട്ട് താഴെ ഈ ടെക്സ്ചർ റീപ്ലേസ്മെൻറ്റ് എന്നുള്ളിടത്ത് ഞാൻ ഇതിൻ്റെ സൈസ് കുറച്ച് കൊടുക്കുകയാണ്. 0.3 ഒക്കെ കൊടുത്തു. ദെൻ ഞാൻ കൊടുത്തപ്പോൾ അത് കുറച്ച് വലുതായിട്ട് വന്നിട്ടുണ്ട്. ദെൻ ഇതുപോലെ തന്നെ എല്ലായിടത്തും നമുക്ക് കൊടുക്കാം. 0.3 കൊടുക്കാം. നിങ്ങളിത് ഈ ഒരു ലിങ്ക് എന്ന് പറയുന്നത്, ഈ ഒരു അല്ലെ ലോക്ക് എന്ന് പറയുന്നത്, ഇതൊന്ന് ടിക്ക് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരിടത്ത് മാത്രം ചേഞ്ച് ചെയ്താൽ മതി, രണ്ടിടത്തും ചേഞ്ച് ആയിക്കോളും. മാക്സിമം ഇവിടെ തന്നെ ചേഞ്ച് ചെയ്യാൻ നോക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മെറ്റീരിയൽ ടാബിൽ പോയിട്ടും ചേഞ്ച് ചെയ്യാം. പക്ഷേ ഇത് ചേഞ്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്, എഫക്റ്റീവായിട്ട് നമുക്ക് ആ ഒരു ക്വാളിറ്റി നന്നായിട്ട് കിട്ടും. അവിടെ പോയി എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു 0.3 കൊടുത്തിട്ടുണ്ട്. ദെൻ ക്ലോസ് ചെയ്തു. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം എന്ന്. അത് അപ്പിയറൻസ് മാനേജറിൽ വരിക, അവിടുന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏത് മെറ്റീരിയൽസ് ആണോ വേണ്ടത് ജസ്റ്റ് ഇത് സെലക്ട് ചെയ്യുക. ദെൻ ഈ മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ട് താഴെ ഇത് ചേഞ്ച് ചെയ്ത് കൊടുത്താലും മതി. പക്ഷേ നമുക്കത് ചേഞ്ച് ചെയ്യേണ്ടതിനെക്കാട്ടും നല്ലത് നമ്മൾ vray-ക്കകത്ത് പോയി അസറ്റ് എഡിറ്ററിനകത്ത് ചേഞ്ച് ചെയ്യുന്നതാണ്. കുറച്ചുകൂടെ നല്ലൊരു ക്വാളിറ്റി കിട്ടും. ഇത് ഞാൻ ഒന്നുകൂടെ റെൻഡർ ചെയ്ത് നോക്കുകയാണ്.
ഓക്കെ ഗായ്സ്, ഇതേ നമുക്ക് വരുന്നുണ്ട്, നമ്മുടെ ആ ഇമേജ് റെൻഡറായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പം വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ടൈം വെറുതെ വേസ്റ്റ് ആവും. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതെല്ലാം അതിൻ്റേതായിട്ടുള്ള സ്ലോട്ടിൽ കൊടുക്കുക, പിന്നെ അത്യാവശ്യം വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം കൊടുക്കുക. ഓക്കെ, അതായത് എമൗണ്ട് എത്ര വേണം അതൊക്കെ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഈ റിഫ്ലക്റ്റ് ഒക്കെ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റെൻഡറായിട്ട് വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് ഞാൻ ഫുൾ റെൻഡർ ചെയ്യാൻ നിൽക്കുന്നില്ല, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ 0% ആയതേ ഉള്ളൂ. ഇനി ഇത് 100% ആവണം. നല്ല ടൈം എടുക്കും എൻ്റെ സിസ്റ്റത്തിനകത്ത്. സോ ഞാൻ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. ഓക്കെ, ദെൻ ക്ലോസ് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എനിക്ക് ഈ ഒരു ക്വാളിറ്റിയിലാണ് ഇപ്പം അത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് എത്ര മെറ്റീരിയൽസ് കൊടുക്കുന്നു, PBR മെറ്റീരിയൽസ് ഒക്കെ കൊടുക്കുന്നു. കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, പക്ഷേ എന്നാലും നിങ്ങൾ റെൻഡർ ചെയ്തെടുക്കുമ്പം പക്ക ക്വാളിറ്റി ആയിരിക്കും. നിങ്ങൾക്ക് ലൂമിയോൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് VRAയ്ക്കകത്ത് തന്നെ പക്കയായിട്ട് റെൻഡർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കുക, ഞാൻ കാണുമ്പോഴെല്ലാം റിപ്ലൈ ഇടാം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.